പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട് എം.എൽ.എയും യൂത്ത് കോൺഗ്രസ് നേതാവുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര ആരോപണവുമായി പ്രവാസി മലയാളി യുവതി. യുഎയിലെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന കണ്ണൂർ സ്വദേശിനിയും എഴുത്തുകാരിയുമായ ഹണി ഭാസ്കറിനാണ് തനിക്ക് നേരിട്ട ദുരനുഭവം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചിരുന്നത്. ശ്രീലങ്കൻ യാത്രയുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ചോദിക്കുവാനായി രാഹുൽ മാങ്കൂട്ടം തന്നെ ഇൻസ്റ്റാഗ്രാം വഴി ബന്ധപ്പെട്ടുവെന്നാണ് ഈ യുവതി പറയുന്നത്. എന്നാൽ ഈ സംഭാഷണത്തെക്കുറിച്ച് രാഹുൽ തന്റെ സുഹൃത്തുക്കളോട് താൻ അങ്ങോട്ട് പോയി സംസാരിച്ചുവെന്നും ഇത് പതിവായി ചെയ്യാറുണ്ടെന്നും പറഞ്ഞ് അപകീർത്തിപ്പെടുത്തിയതായി ഹണി ആരോപിച്ചു. രാഹുലിന്റെ കൂടെയുള്ള ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ വഴിയാണ് ഈ വിവരം താൻ അറിയുന്നതെന്നും ഇത് മനഃപൂർവ്വം നടത്തിയ അപകീർത്തിപ്പെടുത്തലാണെന്നും പറയുന്നുണ്ട്. ഈ വിഷയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാഹുൽ മാങ്കൂട്ടം രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും രാഹുലിനെ പോലെയുള്ളവർക്കെതിരെ നടപടിയെടുക്കുവാൻ യൂത്ത് കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ല എന്നുമാണ് രാഹുൽ മാങ്കൂട്ടം അനുഭവം എന്ന തലക്കെട്ടിലുള്ള പോസ്റ്റിൽ ഹണി ആരോപിച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് നമുക്ക് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് പോകാം. യുഎഇയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ പെയ്യുന്നുണ്ട്. ബുധനാഴ്ച അബുദാബിയിലും ദുബായിലും മഴ പെയ്തു. ശക്തമായ മഴയായിരുന്നു. ഇത് കാരണം റോഡുകളിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല വെള്ളക്കെട്ടുണ്ടാകുന്നതിന് ഫലമായിട്ട് ഗതാഗത കുരുക്കിലേക്കും കാര്യങ്ങൾ നയിച്ചു. വെള്ളക്കെട്ടിലൂടെ വാഹനങ്ങൾ സഞ്ചരിക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തേക്ക് വരുന്നുണ്ട്. വളരെ ദുഷ്കരമായ അവസ്ഥയാണ്. മഴ മുന്നറിയിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ അബുദാബി പോലീസ് അല്ലൈൻ മേഖലയിലെ വാഹനയാത്രക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വേഗം കുറിച്ച് ശ്രദ്ധയോടെ വാഹനം ഓടിക്കണമെന്നും മഴ സമയങ്ങളിൽ അപകട സാധ്യതയുള്ള താഴ്വരകളിലേക്ക് യാത്ര ചെയ്യരുതെന്നുമാണ് പോലീസ് മുന്നറിയിപ്പ്. ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഡ്രൈവർമാർക്ക് സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകുകയും സുരക്ഷാ നിയമങ്ങൾ പാലിക്കാൻ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അസ്ഥിരമായ കാലാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ യുഎഇയിലെ ദേശീയ കാലാവസ്ഥാ കേന്ദ്രം ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അബുദാബി, അതുപോലെ തന്നെ ദുബായ്, ഷാർജ മാത്രമല്ല വടക്കൻ എമിറേറ്റുകളിലും അലർട്ടുണ്ട്. അലർട്ട് എന്തായാലും കഴിഞ്ഞ ദിവസം വരെ അലർട്ടുകൾ ഉണ്ടായിരുന്നു. പൊതുജനങ്ങൾ കാലാവസ്ഥ അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് അധികൃതർ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനിടെ ഒമാന്റെ ഭാഗമായ മദയിൽ നേരിയ ഭൂചലനം റിപ്പോർട്ട് ചെയ്തു. റിക്ടർ സ്കെയിലിൽ 2.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. എന്നാൽ ഇതിൽ ആളപായമോ നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ലെന്നാണ് നാഷണൽ സെന്റർ ഫോർ മെറ്റീരിയോളജി അറിയിക്കുന്നത്. ഇന്ന് പുലർച്ചെ 5:15ഓടെയാണ് ഈ ഒരു ഭൂചലനം അനുഭവപ്പെട്ടത്. ഭൂമിക്കടിയിൽ 5 കിലോമീറ്റർ ആഴത്തിലായാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം. യുഎഇയിൽ ഭൂചലനം അനുഭവപ്പെട്ടിട്ടില്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ വ്യക്തമായിട്ടുണ്ട്. യുഎഇയുടെ ഭാഗമായ ഫുജൈറയിൽ സ്ഥിതി ചെയ്യുന്ന ഒമാന്റെ ചെറിയൊരു ഭാഗമാണ് ഈ മദ. മുസന്ദം ഉപദ്വീപിനും ഒമാന്റെ മറ്റു ഭാഗങ്ങൾക്കും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിശാസ്ത്രപരമായി യുഎഇയുടെ ഉള്ളിലാണെങ്കിലും മദ ഒമാന്റെ ഭാഗമാണ്. അതേസമയം ഈ മാസം ആദ്യം അൽസിലയിൽ 3.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. ആളുകൾക്ക് നേരിയ തോതിൽ ഇത് അനുഭവപ്പെട്ടുവെങ്കിലും കാര്യമായ ആഘാതമൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് NCM അറിയിച്ചത്. ഈ മാസം 5-ന് ഖോർ ഫക്കാനിൽ 2.0 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനവും ഉണ്ടായിരുന്നു. രാത്രി 8:35 അനുഭവപ്പെട്ട ഈ ഭൂചലനം നേരിയ തോതിൽ ആളുകൾക്ക് അനുഭവപ്പെട്ടുവെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. മറ്റൊരു വാർത്തയിലേക്ക്. മലയാളി ഹോം നഴ്സ് ഇസ്രായേലിൽ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു. പുതുവേലി സ്വദേശി രൂപയാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടത്. 41 വയസ്സുകാരിയായിരുന്നു. ഇസ്രായേലിലെ അഷ്ഗാമിലായിരുന്നു അപകടം. ഇസ്രായേലിലെ ഒരു വീട്ടിൽ നിന്ന് രോഗിയുമായി പോയ കാർ മറ്റു വാഹനങ്ങളുമായി കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്. രോഗിയുടെ മകളാണ് കാർ ഓടിച്ചിരുന്നത്. കാറിലുണ്ടായിരുന്ന രൂപയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഒപ്പമുണ്ടായിരുന്ന രോഗി പരിക്കുകളുടെ ആശുപത്രിയിലാണ്. 2 വർഷമായി ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന രൂപ 8 മാസം മുൻപായിരുന്നു നാട്ടിലെത്തി മടങ്ങിയത്. എന്നാൽ സംസ്കാര ചടങ്ങുകൾ പിന്നീടായിരിക്കുമെന്നാണ് ബന്ധുക്കളൊക്കെ അറിയിച്ചത്. അതിദാരുണമായ അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിനിടെ മക്കളെ അപ്പാർട്ട്മെന്റിലാക്കിയ ശേഷം പ്ലാസ്റ്റിക് സർജറിക്കായി വിദേശത്ത് പോയ അമ്മയ്ക്ക് 4000 കുവൈറ്റ് ദിനാർ പിഴയിട്ടിരിക്കുകയാണ് കോടതി. കുട്ടികളെ കൃത്യമായ രീതിയിൽ പരിചരിക്കുവാൻ സൗകര്യം ക്രമീകരിക്കാതെ പോയതിനാണ് ഈ ശിക്ഷ. ഇക്കാര്യം സാക്ഷി ശരിവെച്ചതായി ചൈൽഡ് പ്രൊട്ടക്ഷൻ റിപ്പോർട്ട് പറയുന്നു. പരാതി ഫയൽ ചെയ്യുന്നതുവരെ മാസങ്ങളായി അമ്മ കുട്ടികളുടെ കൂടെ ഇല്ലായിരുന്നുവെന്ന് കുട്ടികളെ മുത്തശ്ശി വെളിപ്പെടുത്തി. കുട്ടികളുടെ പിതാവും മുത്തശ്ശി നൽകിയതിന് സമാനമായ മൊഴി നൽകിയിട്ടുണ്ട്. അമ്മയ്ക്കൊപ്പം പോകുവാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ മകൻ പിതാവിനൊപ്പം ജീവിക്കുവാൻ ആഗ്രഹമെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. അമ്മ മാസങ്ങൾക്ക് മുൻപേ ഉപേക്ഷിച്ചു പോയെന്നാണ് കുട്ടി കോടതിയിൽ പറഞ്ഞത്. മുത്തശ്ശിയാണ് കേസിലെ പരാതിക്കാരി. കുട്ടികളുടെ അവകാശ ലംഘനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്. പിക്കപ്പ് വാഹനവും ട്രെയിലറും കൂട്ടിയിടിച്ച് സൗദിയിൽ പ്രവാസി മലയാളി ഉൾപ്പെടെ 4 പേർക്ക് ദാരുണാന്ത്യം. സ്വകാര്യ സർവേ കമ്പനി ജീവനക്കാരനായ മലപ്പുറം സ്വദേശി ബിഷർ എം മോയിക്കലാണ് മരിച്ചത്. റിയാദിൽ നിന്നും 300 കിലോമീറ്റർ അകലെയുള്ള അൽ ഗർജിന് സമീപത്തുള്ള ദിലം എന്ന പ്രദേശത്താണ് അപകടമുണ്ടായത്. ഇവർ സഞ്ചരിച്ചിരുന്ന ടൊയോട്ട ഹൈലക്സ് പിക്കപ്പ് വണ്ടി ട്രെയിലറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. മരിച്ച മറ്റ് 3 പേരും സുഡാൻ പൗരന്മാരാണ് എന്നാണ് പ്രാഥമിക വിവരം. സൗദി പ്രവാസിയായ മോയിക്കൽ ഉമർ, സൽമത്ത് എന്നിവരാണ് മാതാപിതാക്കൾ.
ഈ സന്ദർശക വിസയിൽ മാതാപിതാക്കൾ സൗദിയിലുണ്ട്. ദിലം ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുന്നതിനുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇതിനിടെ വേനൽ അവധിക്ക് ശേഷം മലയാളി കുടുംബങ്ങൾ UAE മടങ്ങിയെത്തി തുടങ്ങി. നേരത്തെ തന്നെ മടക്ക ടിക്കറ്റ് ബുക്ക് ചെയ്തവരാണ് എത്തുന്നത്. അതേസമയം ടിക്കറ്റ് ബുക്ക് ചെയ്യാത്തവരിൽ പലരും കൂടിയ നിരക്ക് കാരണം സെപ്റ്റംബർ ആദ്യ വാരത്തോടെ മാത്രമേ എത്തുകയുള്ളൂ. ഈ മാസം 25-നാണ് മിക്ക എമിറേറ്റുകളിലും വിദ്യാലയങ്ങൾ തുറക്കുന്നത്. എന്നാൽ കുട്ടികൾ എത്തുവാൻ വൈകുന്നത് മൂലം ചില ഇന്ത്യൻ സ്കൂളുകൾ ശരിക്കുള്ള അധ്യാപനം സെപ്റ്റംബർ ആദ്യ വാരത്തിലെ തുടങ്ങുകയുള്ളൂ. പതിവ് പോലെ സാധാരണ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ നിന്നുള്ള വിമാന ടിക്കറ്റ് നിരക്കുകൾ ഈ മാസം ഏകദേശം 4 ഇരട്ടി വരെയായി ഉയർന്നിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കുള്ള യാത്രക്കാർക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിൽ 18,000 രൂപ മുതൽ 20,000 രൂപ വരെയാണ് ടിക്കറ്റ് നിരക്ക്. ഇൻഡിഗോ, ആകാശ എയർലൈൻസ് എന്നിവയിൽ നിന്ന് 22,000 രൂപ മുതൽ 34,000 രൂപ വരെ ഉയർന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഷാർജയിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ 15,000 മുതൽ 18,000 വരെയാണ് ടിക്കറ്റ് നിരക്ക്. കൂടാതെ മറ്റ് വിമാന കമ്പനികൾ ഇത് 20,000 രൂപയ്ക്ക് മുകളിലായിരിക്കും. വിമാന ടിക്കറ്റ് നിരക്ക് ഇനിയും കൂടുവാൻ സാധ്യതയുണ്ടെന്നാണ് ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഏജൻസികൾ പറയുന്നത്. ഈ ഉയർന്ന നിരക്കുകൾ യാത്രക്കാർക്ക് പ്രത്യേകിച്ച് കുടുംബങ്ങൾക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. മലയാളികൾ പലരും ഇന്ത്യയിലെ മറ്റു നഗരങ്ങളുമായി ബന്ധപ്പെട്ട് സർവീസ് നടത്തുന്ന കണക്ഷൻ ഫ്ലൈറ്റുകളും ഈ യാത്രയ്ക്കൊക്കെ ഒരുങ്ങുകയാണ്. ഇത്തരം വിമാനങ്ങളിൽ താരതമ്യേന നിരക്ക് കുറവാണ്. അവധി ദിവസങ്ങൾക്ക് ശേഷം ആളുകൾ കൂട്ടമായി മടങ്ങിയെത്തുന്നത് കാരണം ഈ വിമാനങ്ങൾ നിറഞ്ഞാണ് സർവീസ് നടത്തുന്നത്. UAE മിക്ക സ്കൂളുകൾക്കും 2025-26 അധ്യയന വർഷത്തിനായി തിങ്കളാഴ്ചയാണ് തുറക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തിറക്കിയ ഏകീകൃത അക്കാദമിക് കലണ്ടർ പ്രകാരം എല്ലാ എമിറേറ്റുകളിലെയും സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്ക് ഈ തീയതി ബാധകമാണ്. ചില സ്വകാര്യ സ്കൂളുകളുടെ അവധി ദിനങ്ങളിലും ക്ലാസുകൾ തുടങ്ങുന്നതിലും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം. അതുകൊണ്ട് കൃത്യമായ തീയതി അറിയിക്കുവാൻ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ വെബ്സൈറ്റ് അല്ലെങ്കിൽ കലണ്ടർ പരിശോധിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് ഈ അധികൃതർ പറയുന്നത്. ക്യാബിൻ ബാഗിന്റെ അളവുകൾക്ക് നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട്. 55 സെന്റിമീറ്റർ, 40 സെന്റിമീറ്റർ, 20 സെന്റിമീറ്റർ അധികമുള്ള ബാഗുകൾ ചെക്ക് ഇൻ ലഗേജായി മാറ്റേണ്ടി വരും. ചെക്ക് ഇൻ ലഗേജുകളിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് അടക്കമുള്ള ചില ബാഗുകൾ അനുവദിക്കില്ല. അതായത് 30 കിലോഗ്രാം ഭാരമാണ് അനുവദിച്ചിട്ടുള്ളതെങ്കിൽ അത് 2 ബാഗുകളായി, പ്രത്യേകിച്ച് ഉദാഹരണം പറഞ്ഞാൽ 15 കിലോ വീതം കൊണ്ടുപോകാവുന്നതാണ്. 2-ൽ കൂടുതൽ ബാഗുകൾ കൊണ്ടുപോകണമെങ്കിൽ എയർലൈനിന്റെ വെബ്സൈറ്റ് വഴി മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതാണ് ലാഭകരം. വിമാനത്താവളത്തിൽ നേരിട്ട് പണം അടയ്ക്കുന്നതിനേക്കാൾ നിരക്ക് കുറവായിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ. ഡിജി യാത്രയുണ്ട്, സുരക്ഷാ പരിശോധന മാറ്റങ്ങളുണ്ട്. ഇന്ത്യയിലെ ചില പ്രധാന വിമാനത്താവളങ്ങളിൽ ഈ ഒരു ഡൽഹി, ബംഗളൂരു, ഹൈദരാബാദ് പോലുള്ള ചില പ്രധാന വിമാനത്താവളങ്ങളിൽ ഡിജി യാത്ര എന്ന പേരിൽ ഒരു പുതിയ സംവിധാനം നടപ്പാക്കിയിട്ടുണ്ട്. ഇത് യാത്രക്കാരുടെ മുഖം തിരിച്ചറിയൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വിമാനത്താവളത്തിലെ പ്രവേശനവും സുരക്ഷാ പരിശോധനയും വേഗത്തിലാക്കുന്നുണ്ട്. ഇതിനിടെ ഹാൻഡ് ലഗേജ് പരിശോധന. ഈ ലാപ്ടോപ്പുകൾ, പവർ ബാങ്കുകൾ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഹാൻഡ് ലഗേജിൽ നിന്ന് പുറത്തെടുത്ത് പ്രത്യേക ട്രേകളിൽ വെച്ച് സ്കാൻ ചെയ്യേണ്ടതാണ്. കൂടാതെ പുറപ്പെടൽ കാർഡുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. വിദേശത്തേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യൻ യാത്രക്കാർക്ക് ഇനി മുതൽ പുറപ്പെടൽ കാർഡുകൾ പൂരിപ്പിക്കേണ്ടതില്ല. ഇത് നടപടിക്രമങ്ങൾ ലളിതമാക്കുകയും പേപ്പർ വർക്കുകൾ കുറയ്ക്കുകയും ചെയ്യും. പിന്നെ ഈ മൊബൈൽ ബോർഡിംഗ് പാസ്, അതായത് മിക്ക വിമാനത്താവളങ്ങളിലും മൊബൈൽ കാണിക്കുന്ന ബോർഡിംഗ് പാസ് സ്വീകരിക്കും. എങ്കിലും ഒരു പ്രിന്റഡ് കോപ്പി കയ്യിൽ കരുതുന്നത് നല്ലതാണ്. കൂടാതെ മരുന്നുകളും കറൻസിയും, ഈ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ മരുന്നുകൾ കൊണ്ടുപോകുന്നത് ഒഴിവാക്കുക. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ നിയമങ്ങൾ മനസ്സിലാക്കി മരുന്നുകൾ കൊണ്ടുപോവുക. വെളിച്ചെണ്ണ പോലുള്ള നിത്യോപയോഗ വസ്തുക്കളാണെങ്കിലും വൻതോതിൽ ഒരേ ബാഗിൽ വെച്ച് കൊണ്ടുപോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. കർശന നിയമം കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട് രാജ്യാന്തര വിമാനത്താവളങ്ങളിൽ ഒട്ടേറെ യാത്രക്കാർക്ക് ഇവ വിമാനത്താവളത്തിൽ തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. കൂടാതെ ഈ വിദേശ കറൻസി, നിശ്ചിത പരിധിയിൽ കൂടുതൽ വിദേശ കറൻസി കൊണ്ടുപോവുകയാണെങ്കിൽ അത് കസ്റ്റംസ് അധികൃതരെ അറിയിക്കണം. ഈ നിയമങ്ങൾ എയർലൈൻ, വിമാനത്താവളങ്ങൾ, രാജ്യം എന്നിവ അനുസരിച്ച് വ്യത്യാസപ്പെടാം. അതുകൊണ്ട് തന്നെ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് നിങ്ങളുടെ എയർലൈൻസിന്റെയും ലക്ഷ്യസ്ഥാനത്തെ രാജ്യത്തിന്റെയും ഔദ്യോഗിക വെബ്സൈറ്റുകൾ പരിശോധിച്ച് ഏറ്റവും പുതിയ വിവരങ്ങൾ ഉറപ്പുവരുത്തുന്നത് പ്രധാനമാണ്. ഈ നിയമങ്ങൾ നിങ്ങൾ യാത്ര ചെയ്യുന്ന സ്ഥലത്തെയും ടിക്കറ്റിന്റെ തരത്തെയും ഒക്കെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ എയർലൈനിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അവരുടെ ലഗേജ് പോളിസി വ്യക്തമാക്കി പരിശോധിക്കുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കും തിരിച്ചുമുള്ള യാത്രക്കാരൊക്കെ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്.